ഇനി മുതൽ ഞാൻ നന്നാവാൻ പോവുകയാണ്. 5 മണിക്ക് എണീക്കും, റെഗുലറായി എക്സസൈസ് ചെയ്യും, ഓരോ ദിവസവും പ്രൊഡക്റ്റീവായി എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു സക്സസ്ഫുൾ ലൈഫ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. എത്ര തവണ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഐ ഹാവ് ഡിഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഓരോ തവണ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് ആദ്യത്തെ 1-2 ദിവസം പ്രോപ്പറായിട്ട് പോകും. 3-ാമത്തെ ദിവസം എണീക്കാൻ ഇച്ചിരി ലേറ്റ് ആവും. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ പഴയ ലൂസ് ലൈഫിലേക്ക് ഞാൻ തിരികെ പോകും. നിങ്ങളിൽ 90% പേരും ഇതേ കാര്യം പലതവണ അനുഭവിച്ചിട്ടുണ്ടാകും. സോ വൈ ദിസ് ഹാപ്പൻസ്? വൈ അവർ മോട്ടിവേഷൻ ഫേഡ്സ്? നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായിട്ട് ധാരാളം മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കാണാറുണ്ട്, പല വിഷയങ്ങളിൽ മോട്ടിവേഷൻ തരുന്നവർ. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ എന്താണ് അച്ചീവ് ചെയ്തതെന്ന് അവരോട് തിരിച്ചു ചോദിച്ചാൽ 95% പേരും അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെപ്പോലെ സാധാരണ ലൂസ് ലൈഫ് നയിക്കുന്നവരായിരിക്കും. കാരണം മോട്ടിവേഷൻ കൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇമോഷൻ. സന്തോഷം പോലെ, സങ്കടം പോലെ, ദേഷ്യം പോലെ ഇമോഷൻ മാത്രം. നിങ്ങളൊരു മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണൽ ഹൈ, ഒരു കിക്ക് കിട്ടും. ജസ്റ്റ് ലൈക്ക് ഒരു മൂവി കാണുമ്പോൾ സന്തോഷവും സങ്കടവും കരച്ചിലും വന്നു പോകുന്ന പോലെ. ഇറ്റ് വോണ്ട് ലാസ്റ്റ് ബിക്കോസ് ഇമോഷൻസ് ആർ ടെമ്പററി. സോ ലൈഫിൽ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല, സിസ്റ്റമാണ്. നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന എൻവയോൺമെൻ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതാണ്. ഹൗ ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് മേക്ക് യു വർക്ക്. നിങ്ങളെ കൊണ്ടൊരു എണ്ണയിട്ട യന്ത്രം പോലെ മോട്ടിവേറ്റഡായി പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആൻഡ് ഐ ഹാവ് ഡിഡ് ഇറ്റ് ഇൻ മൈ ലൈഫ്. ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോളിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. യു ഷുഡ് ഹാവ് എ ക്ലിയർ ഗോൾ. ഐ വാണ്ട് ടു ബി ദിസ്. ഐ വാണ്ട് ടു ബി എ ഡോക്ടർ, ആൻ IAS ഓഫീസർ. ഫോർ വാട്ട്? എൻ്റെ അച്ഛന് വേണ്ടിയാണോ? എല്ലാവരും ഈ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുകയാണോ? ലുക്ക്, നിങ്ങൾ ഈ ഗോളിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ പോവുകയാണ്, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ ഒരു റീസൺ ഇല്ലാത്തത് കൊണ്ടാണ് മെജോറിറ്റി ആളുകൾക്കും തങ്ങളുടെ ഗോളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഒരു റീസൺ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ കോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വയം മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എൻവയോൺമെൻ്റ് ആണ്. മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ്. എൻവയോൺമെൻറ്റ് ഓഫൺ മാറ്റേഴ്സ് മോർ. ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ലോകപ്രസിദ്ധ പുസ്തകത്തിലെ ഒരു ഹെഡിങ് ആണിത്. നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സക്സസ്സിലേക്കുള്ള ഘടകം എന്ന് പറയുന്നത്. യു ഹാവ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് ഇൻ എവറി ആസ്പെക്ട്, യുവർ ഫ്രണ്ട്സ്, സറൗണ്ടിങ് ആൻഡ് എവറിഥിങ്. നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരെലമെൻറ്റും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകരുത്. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന എലമെൻറ്റുകൾ മാത്രമുള്ള ഒരു സ്പേസ് സൃഷ്ടിച്ചെടുക്കുക. ഇറ്റ്സ് ആൻ ഈസി തിങ്. ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകളൊന്നുമില്ലാത്ത ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തണം. അവിടെ നിങ്ങളെ മൊബൈൽ ഫോൺ ഉണ്ടാവരുത്. അവിടെ നിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കരുത്. അവിടെ നിന്ന് നിങ്ങൾ വർത്തമാനം വെറുതെ പറയരുത്. ഒന്നും ചെയ്യാത്ത, അവിടെ പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു സ്പേസ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. അവിടെ ഇരുന്ന് ഇത് മാത്രം ചെയ്യുക. ആദ്യത്തെ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ട്രെയിൻ ചെയ്യപ്പെടും. എല്ലാ ദിവസവും രാത്രി ഒരു പ്രത്യേക സമയത്ത് ബെഡിൽ കിടന്നാൽ ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ടാകും. വൈ? നിങ്ങളുടെ ബ്രെയിനിന് അറിയാം, ഞാൻ ഇവിടെ ഈ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഐ ഹാവ് ടു സ്ലീപ്പ്, ഐ ഹാവ് ടു ഷട്ട് ഡൗൺ. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഒരു പ്രത്യേക പ്ലേസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിന് ട്രെയിൻ ചെയ്യപ്പെടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏകാഗ്രമായി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക വർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെ മറ്റ് പരിപാടികൾക്ക് വിളിക്കുന്ന ഫ്രണ്ട്സ് ഷുഡിൻ ബി ദർ. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുന്നത് വരെയെങ്കിലും ദേ ഷുഡിൻ ബി ദർ. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, അപ്പുറത്തെ ആൾ പഠിക്കുന്നത് കാണുമ്പോൾ, അപ്പുറത്തെ ആൾ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും വർക്ക് ചെയ്യാൻ തോന്നും. സോ ക്രിയേറ്റ് സച്ച് ഫ്രണ്ട്സ്, ക്രിയേറ്റ് സച്ച് ആൻ എൻവയോൺമെൻറ്റ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു സ്പേസ് സെറ്റ് ചെയ്യാൻ അവരുടെ വീട്ടിൽ പറ്റൂലായിരിക്കാം. ബട്ട് യു ക്യാൻ ഡൂ സംതിങ്. നിങ്ങൾക്ക് ഒരു റൂമാണുള്ളത്, ഓക്കെ, അവിടെ വെച്ചാണ് നിങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിലും ഒരു മൂല, ഒരു ചെറിയ ടേബിൾ,
ലുക്ക്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു കുഞ്ഞ് ടേബിളാണ്. ദിസ് ഇസ് മൈ ടേബിൾ. ഇത്തരം ഒരു കുഞ്ഞ് ടേബിളെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുക. അവിടെ നിന്ന് വേറെ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതിരിക്കുക. സോ യു ക്യാൻ ട്രെയിൻ യുവർ ബ്രെയിൻ ആൻഡ് യു ക്യാൻ അവോയ്ഡ് ഓൾ ദീസ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് യു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ എൻവയോൺമെൻറ്റ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വലിയ ഗോളിനെ ചെറിയ ഗോളുകളായി ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ ഒരിക്കലും ഒരു ഹ്യൂജ് പ്ലാനിനോട് പലപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബ്രേക്ക് ഡൗൺ അവർ ഗോൾസ്. ഞാൻ എൻ്റെ ഈ ഒരു ലോങ്ങർ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ, പ്രോപ്പർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. സോ വി ഹാവ് ടു പ്ലാൻ. വി ഷുഡ് ഹാവ് എ പ്ലാൻ ഫോർ ഈച്ച് വീക്ക്, ഈച്ച് മന്ത്. കൃത്യമായ പ്ലാൻ നമുക്ക് വേണം. അങ്ങനെ ഒരു കൃത്യം പ്ലാൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അസ് ടു ഫോളോ. ഇഫ് യു ഹാവ് എ പ്ലാൻ, നിങ്ങൾക്ക് വേറെ ഒരു പുഷും വേണ്ട. യു നോ ഐ ഹാവ് ടു ഡു ദിസ് ടുഡേ. നാളെ എനിക്ക് ഈ കാര്യം ചെയ്യണം, മറ്റന്നാൾ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം. ആ രീതിയിൽ പ്ലാൻ ചെയ്യുക വാട്ട് എവർ യു ആർ ഡൂയിങ്. നാലാമത്തെ കാര്യം, മേക്ക് യുവർ ഓൺ സെൽഫ് റിവാർഡ് സിസ്റ്റം. ദാറ്റ് ഈസ്, നിങ്ങളുടെ ഈ ചെറിയ പ്ലാനുകളിലെ ഓരോ അച്ചീവ്മെൻറ്റിനും നിങ്ങൾക്ക് തന്നെ റിവാർഡ് നൽകുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ്, ഞാൻ ഇന്ന് 12 ഹവർ പഠിച്ചാൽ ഒരു 2 ഹവർ ഫിലിം കാണും. ഈ വീക്ക് മുഴുവൻ ഞാൻ പഠിച്ചാൽ വീക്കെൻഡിൽ ഞായറാഴ്ച ഞാനൊരു ഔട്ടിങ്ങിന് പോകും. വീക്ക് ഡേ മുഴുവൻ ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീക്കെൻഡിൽ നല്ലൊരു ഹെവി മീൽ ഞാൻ കഴിക്കും. ഇത്തരത്തിൽ സ്വയം ഒരു സെൽഫ് റിവാർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഡോപ്പമിൻ ഹിറ്റിനോടുള്ള ക്രേവിങ് വരും. സോ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് ആ ഒരു റിവാർഡ് നേടാനുള്ള ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുള്ളതാണ്. അതും നമ്മുടെ മോട്ടിവേഷൻ ചോർന്നു പോകാതെ ഓരോ ദിവസവും നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കാൻ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് അനായാസമായിട്ട് നമ്മളെ ചെയ്യിപ്പിക്കാൻ സഹായിക്കും. നൗ യു ഷുഡ് ഹാവ് എ ഫീഡ്ബാക്ക് സിസ്റ്റം. ഓരോ മാസവും ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എന്തൊക്കെ തിരുത്തലുകളാണ് ഞാൻ വരുത്തേണ്ടത്, എൻ്റെ ഗോളിനോട് ഞാൻ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്. കൃത്യമായൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനും ഇത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, ഓൾവേസ് റീകണക്ട് വിത്ത് യുവർ ഗോൾ. നിങ്ങളുടെ ഗോളിനെ കുറിച്ച് ഓരോ ദിവസവും നിരന്തരമായിട്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഡ്യൂറിങ് മൈ എൻട്രൻസ് ടൈം ഐ ഹാഡ് ഗോൺ ത്രൂ ലോട്ട്സ് ഓഫ് സ്ട്രഗിൾസ്. പക്ഷെ ഓരോ ദിവസവും രാവിലെ എണീറ്റ ഉടനെ കുറച്ച് സമയം ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത ഒരു നല്ല ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നത് ഓരോ ദിവസവും ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. ഓരോ പ്രശ്നങ്ങളും, ബിക്കോസ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമാകണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. നമ്മളെപ്പോഴും സെറ്റ് ബാക്സ് എക്സ്പെക്റ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് മേ ബി ദർ. പക്ഷെ ഓരോ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴും അതിന് മറികടക്കാൻ നമ്മുടെ ഗോൾസിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് സിസ്റ്റം ഷുഡ് ഫിറ്റ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനോട് ഫിറ്റായിട്ടുള്ള സിസ്റ്റമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. യു ഷുഡിൻ ബി ഐഡിയലിസ്റ്റിക്. നമ്മൾക്ക് ഫിറ്റായിട്ടുള്ള, നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഗോളിലേക്ക്, അതെത്ര ഉയരത്തായാലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. വൺസ് അഗെയിൻ ഐ ഹാവ് ഡിഡ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, പ്ലീസ് ലൈക്ക്, ലീവ് എ കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഷെയർ.